വിജയ് തൃഷ ബന്ധം ആഘോഷിക്കുന്നവർ വിവാഹിതര ബന്ധത്തെ നോർമലൈസ് ചെയ്യുകയാണെന്ന വാദം ശക്തമായി വരുന്നുണ്ട്. ഇപ്പോഴും നിയമപരമായി വിജയുടെ ഭാര്യ സംഗീതയാണ്. സംഗീത പാടയം മറന്നുകൊണ്ട് വിജയും കുടുംബത്തെയും ആഘോഷിക്കപ്പെടുമ്പോൾ ഒപ്പം ജനങ്ങളും ചേരുന്നു. എന്തൊരു അന്യായമായിരുന്നു ചോദ്യങ്ങൾ. രാധിക ശരത്കുമാർ, ഖുഷ്ബു സുന്ദർ തുടങ്ങിയ സിനിമാ താരങ്ങൾ, പ്രമുഖർ വിശ തൃഷ ബന്ധത്തെ അനുകൂലിക്കുന്നവരാണ്. ഇക്കാര്യം ഇവർ പരോക്ഷമായി സൂചിപ്പിച്ചു കഴിയുകയും ചെയ്തു. മറ്റൊരാളുടെ ജീവിതം ഇല്ലാതാക്കി അവരെ വഞ്ചിച്ച് നേടുന്ന സന്തോഷങ്ങൾ നല്ലതാണെന്ന് ചൂണ്ടിക്കാട്ടാൻ പ്രമുഖർ ആരുമില്ലേ എന്നാണ് ചോദ്യങ്ങൾ. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളതിനാൽ ഇനി അത്തരം വിമർശനങ്ങൾ പലരും മടിക്കും. നടി മഞ്ജു വാര്യരുടെയും തൃഷയും വിജയെ അനുകൂലിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. വിജയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് മഞ്ജു ആശംസ അറിയിച്ചതും ഒപ്പം തൃഷയ്ക്ക് പിറന്നാൾ ആശംസയും അറിയിച്ചു. ഇവരെ എങ്ങനെ മഞ്ജു ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്നാണ് ചോദ്യങ്ങൾ. പുറത്തുവന്ന റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ നടൻ ദിലീപുമായുള്ള വിവാഹബന്ധത്തിൽ മഞ്ജു നേരിട്ടത് സംഗീത അനുഭവിച്ച അതേ പ്രശ്നമാണ്. തൃഷയെപ്പോലെ അന്ന് മഞ്ജുവിൻ്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്നും ആരോപണം നേരിടേണ്ടി വന്നത് നടി കാവ്യ മാധവനും. കാവ്യ മാധവനുമായി ദിലീപിനുള്ള ബന്ധം അറിഞ്ഞപ്പോഴാണ് മഞ്ജു വിവാഹമോചനം തയ്യാറെടുത്തു എന്നാണ് മഞ്ജുവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് അതേ അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന സംഗീതയെ മനസ്സിലാക്കാൻ മഞ്ജുവിന് കഴിയുന്നില്ലെന്നാണ് ചോദ്യങ്ങൾ. ദിലീപ് ചതിച്ചു എന്ന സിമ്പതി മഞ്ജുവിൻ്റെ ജനപ്രിയതയിൽ വലിയൊരു കാരണമായത്. അതേസമയം ദിലീപിനെതിരെയും കാവ്യയ്ക്കെതിരെയോ പരസ്യമായി മഞ്ജു ആരോപണങ്ങൾ ഒന്നും ഇതുവരെ ഉന്നയിച്ചിട്ടുമില്ല. എന്നാൽ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു മഞ്ജു വാര്യർ. ഒടുവിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഇതേക്കുറിച്ച് സംസാരിച്ചുമുണ്ട്. മഞ്ജുവിനെ കാണുമ്പോൾ ഒരു അനാഥയെ പോലെ തോന്നിയിരുന്നു. അച്ഛനും അമ്മയും ഒക്കെ എതിർത്തിട്ടാണ് അവർ ദിലീപിൻ്റെ കൂടെ പോയി ജീവിച്ചത്. താനെടുത്ത ജീവിതത്തിൽ ഇങ്ങനെയൊരു പരാജയം സംഭവിച്ചോ എന്ന് തോന്നും. എന്താണ് ചെയ്യേണ്ടത്? പൈസയില്ല. അമ്മയും അച്ഛനും സഹോദരനും നീ ഇറങ്ങിപ്പോര് എന്ന് പറയും. കയറി ചെല്ലാൻ ഒരു വീടുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ ഇനി എന്തെന്ന കൺഫ്യൂഷൻ അന്നുണ്ടായിരുന്നു. ഒരുപാട് ചിന്തിച്ച് ഡിപ്രഷനടിച്ച് വല്ലാത്ത മാനസികാവസ്ഥയിലൂടെയാണ് അന്ന് അവൾ കടന്നുപോയതെന്നും ഭാഗ്യലക്ഷ്മി തുറന്നു പറഞ്ഞു.